നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. മലയാളത്തിലെ കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ജൂലൈ 5 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ്. ഇത് നമ്മൾ ബഷീർ ദിനമായിട്ട് എന്ത് ചെയ്യുന്നു, ആചരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ജനകീയനായ എഴുത്തുകാരൻ കൂടിയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണത്തിൽ കൂടി അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ബഷീറിന്റെ ചരമദിനമാണ്. സ്കൂളിൽ എന്ത് ചെയ്യാറുണ്ട്, ബഷീറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായിട്ട് കിസ് മത്സരങ്ങളും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ ആദ്യമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ അദ്ദേഹം ജനിക്കുന്നു. അപ്പൊ തലയോലപ്പറമ്പ് എന്നുള്ളത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുമ്പോൾ കോട്ടയം ജില്ലയിലാണ്. അദ്ദേഹം ജനിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ മരണസമയം അദ്ദേഹം താമസിക്കുന്നത് ബേപ്പൂരാണ്, കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ജനിച്ചു. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായ അദ്ദേഹം ജനകീയനായ എഴുത്തുകാരനായിരുന്നു. 1982 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 അന്തരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പുരസ്കാരത്തിൽ ഒന്നാണ് പത്മശ്രീ പുരസ്കാരം. 1982 വൈക്കം മുഹമ്മദ് ബഷീർ പത്മശ്രീ പുരസ്കാരം നൽകിയിട്ടുണ്ട്. പിന്നെയോ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരത്തിനൊപ്പം തന്നെ 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിക്കുന്ന ആദ്യത്തെ മലയാളം എഴുത്തുകാരൻ കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ്. ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു. ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് കൊച്ചു മുഹമ്മദ്. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേരാണ് വയലാലിൽ വീട്. ഓർത്ത് വെക്കണേ, ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേരാണ് വയലാലിൽ വീടെന്ന് പറയുന്നത്. കോഴിക്കോട് ബേപ്പൂരിലെ ബഷീർ സ്മാരകത്തിന്റെ പേരാണ് ആകാശമിഠായി. കോഴിക്കോട് ജില്ലയിലെ ബഷീർ സ്മാരകത്തിന്റെ പേരാണ് ആകാശമിഠായി എന്ന് പറയുന്നത്. ബഷീറിന്റെ പ്രേമലേഖനം എന്ന കൃതിയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ആകാശമിഠായി. സാറാമിയും കേശവൻ നായരുമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. ഇവർ തനിക്ക് ജനിക്കുന്ന കുട്ടിക്ക് ഒരു പേര് നിർദ്ദേശിക്കുന്നു. ആ പേരാണ് ആകാശമിഠായി എന്ന് പറയുന്നത്. ബഷീറിന്റെ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏതാണ്? 1982 എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം 1982. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വൈക്കം മുഹമ്മദ് ബഷീർ. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വർഷം മക്കളെ 2009 ജനുവരി 1. 2009 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാമ്പിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ 2009 ബഷീറിനോടുള്ള ആദരവ് കൊണ്ട് ബഷീറിനോടുള്ള സ്മരണാർത്ഥം എന്ത് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് 2009 ജനുവരി 1 എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം എന്ന് പറയുന്നത്. മലയാളത്തില് ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അച്ചടിച്ച് വന്നിട്ട് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള ഒരു കൃതിയാണ് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞം എന്ന കൃതിയാണ്. ബഷീർ ഒരേ ഒരു നാടകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരാണ് കഥാബീജം എന്ന് പറയുന്നത്. ബഷീർ എഴുതിയ ഒരേ ഒരു നാടകമാണ് കഥാബീജം എന്ന് പറയുന്ന നാടകം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് മക്കളെ പ്രേം പാറ്റ എന്ന് പറയുന്ന നോവൽ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേം പാറ്റ എന്ന് പറയുന്ന നോവൽ. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ബഷീറിന്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് പ്രേമലേഖനം. ബഷീറിന്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് പ്രേമലേഖനം. പിന്നീട് ഇത് നിരോധിക്കുന്നത് നമ്മൾ കണ്ടു. ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയാണ് നേരും നുണയും എന്ന് പറയുന്നത്. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതിയാണ് നേരും നുണയും. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരും
നുണയും. ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ എടിയെ. ഇതാണ് ആത്മകഥയുടെ ചിത്രം, കവറ്. ബഷീറിന്റെ എടിയെ എന്നാണ് ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീർ എഴുതിയ ആത്മകഥയുടെ പേര്. മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം നൽകി വരുന്ന പുരസ്കാരമാണ് ബഷീർ സാഹിത്യ പുരസ്കാരം. 2026 18ാമത് പുരസ്കാരം ലഭിച്ച എഴുത്തുകാരനാണ് എസ് ഹരീഷ്. അദ്ദേഹത്തിന്റെ പട്ടുനൂൽ പുഴു എന്നുള്ള കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇതാണ് എസ് ഹരീഷ് എന്ന് പറയുന്നത്. അപ്പൊ ബഷീർ പുരസ്കാരം 2026 ലഭിച്ചത് എസ് ഹരീഷിനാണ്. എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മതിലുകൾ എന്ന് പറയുന്നത്. മതിലുകൾ എന്നായിരുന്നു ബഷീർ എഴുതിയ നോവലിന്റെ പേര്. ബഷീർ എന്ത് ചെയ്യുക, എഴുതിയ നോവലും അതുപോലെ തന്നെ ആ പേരിൽ തന്നെ എന്ത് ചെയ്യാണ് സിനിമ ഇറക്കിയിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ചത് മമ്മൂട്ടി ആയിരുന്നു. സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, മമ്മൂട്ടിക്ക് അതിലെ ദേശീയ പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്, പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, വളരെ പെട്ടെന്ന് നമുക്ക് ബഷീർ ദിനത്തിന്റെ കിസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ മക്കളെ, ഇതുപോലെ ധാരാളം ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും PDF-കളും ഒക്കെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒരു A+ ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് പരീക്ഷയുടെ സമയമാണ്. അപ്പൊ പരീക്ഷ സമയത്ത് ലൈവിന്റെ നോട്ടുകളും അതുപോലത്തെ ഹോംവർക്കുകളും PDF-കളും നമ്മുടെ ന്യൂസ് അപ്ഡേറ്റ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ A+ ഗ്രൂപ്പിലൂടെയാണ്. പേപ്പർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ താഴെ നമുക്ക് എന്തുണ്ട്, നമുക്ക് അതിന്റെ ലിങ്ക് നൽകിയിരിക്കുന്നു. ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. എക്സാം ആണ് വരുന്നത്. ഒപ്പം എന്ത് ചെയ്യുക, ഒപ്പം തന്ന ചോദ്യങ്ങൾ പഠിച്ച് എന്ത് ചെയ്യുക, ക്വിസ് മത്സരത്തെ നേരിടുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.